ഞാൻ ചോദിക്കട്ടെ വേണു, ഫേക്ക് വോട്ടർ ലിസ്റ്റും വോട്ടർ പട്ടികയിലും വോട്ടിംഗ് മെഷീനിലും ഒക്കെ കൃത്രിമം നടത്തി ഫേക്ക് പ്രാക്ടീസസിലൂടെ മാൽ പ്രാക്ടീസസിലൂടെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനമന്ത്രിയെ ഫേക്ക് എന്ന് വിളിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? കട്ടെടുത്ത വിജയമല്ലേ? നരേന്ദ്രമോദി 11 വർഷമായിട്ട് മാധ്യമങ്ങളോട് മറുപടി പറയുന്നില്ല. ഇപ്പോൾ ഒരു വർഷത്തിലേറെയായിട്ട് സുരേഷ് ഗോപി മറുപടി പറയുന്നില്ല. അപ്പൊ കട്ടെടുത്ത വിജയം തലപ്പാവായി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും സ്പോണ്ടേനിയസ്ലി മറുപടി പറയാൻ പറ്റില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല. അപ്പൊ അവർ ഒളിച്ചു നടക്കും. ഇലക്ഷൻ കമ്മീഷന് പകരം BJP-യുടെ മറ്റേ വായ്ത്തലയില്ലാത്ത കുറെ വക്താക്കൾ വന്ന് മറുപടി പറയും. സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളോട് ചോദ്യം ചോദിക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സുരേന്ദ്രനെ പോലുള്ള ആളുകൾ ചോദിക്കും. അപ്പൊ സുരേന്ദ്രൻ നമ്മോട് പറയുന്നത് തൂങ്ങി ചത്തുകൂടെ എന്നാണ്. ചത്തതിനൊപ്പമാണ് ഇപ്പൊ സുരേന്ദ്രന്റെ ജീവിതം. കാരണം എന്താ? രാജീവ് ചന്ദ്രശേഖർ വന്ന് ഈ പാർട്ടിയെ അങ്ങനെ തന്നെ വിലക്കെടുത്തപ്പോ സുരേന്ദ്രന്റെ അവസ്ഥ അങ്ങനെയാണ്. അതുപോലെയാണ് കേരളത്തിലെയും ഈ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും എന്ന് തെറ്റിദ്ധാരണയാണ് സുരേന്ദ്രന്. ആ തെറ്റിദ്ധാരണ മാറ്റേണ്ടതുണ്ട്. നിയമപരമായിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ MP എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കാൻ അർഹതയില്ല. സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം ഡ്രൈവറുടെ അടക്കം വ്യാജ വോട്ടുകൾ ചേർത്തിട്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോൾ ഒരു വോട്ടെങ്കിലും വ്യാജ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് മാത്രമല്ല. ഇന്നിപ്പോ പുതിയ കൂടുതൽ വിവരങ്ങൾ കൂടെ വരുന്നുണ്ട്. ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവറിന്റെ കാര്യമാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അജയകുമാർ. ഇപ്പോൾ പുതുതായി വരുന്ന വിവരം മീഡിയ നിന്ന് അതും പുറത്തുവിടുകയുണ്ടായി. തിരുവനന്തപുരം പുന്നയ്ക്കാമുകൾ സ്വദേശിയായ സന്തോഷ് കുമാർ ഇദ്ദേഹത്തിന്റെ അടുത്ത അനുയായിയാണ്. പൂങ്കുന്നത്ത് നിന്ന് വ്യാജവിലാസത്തിൽ പേര് ചേർക്കുകയാണ് വന്നിട്ട്. സുരേഷ് ഗോപിയുടെ അടുത്ത ആളുമാണ്. ഈ ക്യാപിറ്റൽ വില്ലേജിൽ തന്നെയാണ് ഈ പറയുന്ന സന്തോഷ് കുമാറിൻ്റെയും പേര് വ്യാജമായി ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ വിദ്വാൻ്റെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കരട് ലിസ്റ്റിലും ഈ വിദ്വാൻ്റെ വോട്ട് കിടക്കുന്നത് പാങ്ങോട് LP സ്കൂളിലാണ്, ആ ബൂത്തിലാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിട്ട് ഇദ്ദേഹം പറന്നു വന്ന് ഇറങ്ങുകയാണ്.